ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു ഫത്വ, അതായത് അദ്ദേഹം അധ്യക്ഷനായ സൗദി അറേബ്യയുടെ ഔദ്യോഗിക ഫത്വ ബോർഡായ ലജ്ന ദായിമയുടെ 4052 നമ്പർ മറുപടിയിൽ ചോദ്യം ഇതാണ്: ഹൽ നസ്തതിഉ അൻ നസൂമ ഹുനാ യൗമൈനി ലിഅജ്ലി സൗമി യൗമി അറഫ ലിഅന്നനാ ഹുനാ നസ്മഉ ഫി റേഡിയോ അന്ന യൗമ അറഫ ഗദൻ യുവാഫിഖു ദാലിക ഇൻദനാ അസ്സാമിൻ മിൻ ശഹ്രി ദിൽഹിജ്ജ. അറഫ നോമ്പ് നോൽക്കൽ, 2 ദിവസം നോമ്പ് നോൽക്കൽ സാധ്യമാണോ? ഞങ്ങളുടെ നാട്ടിൽ റേഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത് നാളെ അറഫ ദിവസമാണ് എന്നാണ്. എന്നാൽ ഞങ്ങളുടെ നാട്ടിൽ നാളെ ദുൽഹിജ്ജ 8 ആകുന്നു. അതായത് ഒരു ദിവസത്തെ വ്യത്യാസമുണ്ട് എന്നർത്ഥം. സാധാരണഗതിയിൽ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നത് പോലെ ഇവിടെ 8 ആകുന്ന ദിവസം സൗദി അറേബ്യയിൽ 9 ആണ്. അപ്പൊ എങ്ങനെ നോമ്പ് നോൽക്കണം? അതിന് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അധ്യക്ഷനായ ലജ്ന ദായിമയുടെ മറുപടിയിൽ യൗമു അറഫ ഹുവ അൽ യൗമുൽ ലദി യഖിഫു നാസു ഫീഹി ബി അറഫ. യൗമു അറഫ എന്ന് പറഞ്ഞാൽ അറഫയിൽ ജനങ്ങൾ നിൽക്കുന്ന ദിവസമാകുന്നു. അതിനാണ് അറഫ ദിവസം എന്ന് പറയുന്നത്. വസൗമുഹു മശ്റൂഉൻ ലിഗൈരി മൻ തലബ്ബസ ബിൽ ഹജ്ജ്. ഹജ്ജ് ചെയ്യാത്ത അല്ലെങ്കിൽ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഏർപ്പെടാത്ത മറ്റു ആളുകൾക്കാണ് ആ ദിവസത്തെ നോമ്പ് നിയമമാക്കപ്പെട്ടിട്ടുള്ളത്. ഫൈദാ അറത്ത അൻ തസൂമ ഫഇന്നക തസൂമു ഹാദൽ യൗം. ആ അറഫ ദിവസം നീ നോമ്പ് നോൽക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഈ ദിവസമാണ് നീ നോമ്പ് നോൽക്കേണ്ടത്. അതായത് ഹാജിമാർ അറഫയിൽ എന്ന് നിൽക്കുന്നുവോ ആ ദിവസമാണ് നീ നോമ്പ് നോൽക്കേണ്ടത്. അപ്പൊ ചോദ്യം വ്യക്തമാണ്. ഞങ്ങളുടെ നാട്ടിലും മക്കയിലും തമ്മിൽ ഒരു ദിവസത്തെ അന്തരമുണ്ട് എന്ന് നോമ്പ് നോൽക്കണം. ഷെയ്ഖ് ഇബ്നു ബാസിന്റെ മറുപടി: എന്നാണോ അറഫ ഹാജിമാർ അറഫയിൽ നിൽക്കുന്നത് അന്നാണ് നീ നോമ്പ് നോൽക്കേണ്ടത്.